ഞാൻ വിജയലത, കടയ്ക്കാവൂർ സ്വദേശം. കടയ്ക്കാവൂരിലെ പരേതനായ ശ്രീമാൻ യു നീലകണ്ഠൻ XMLA പുത്രിയാണ്. ഞാൻ സഹകരണ പരിശീലന കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. ശിവഗിരി മഠത്തിൻ്റെ ഏക പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ GDPS, അങ്ങനെ എല്ലാ ജില്ലകൾ തോറും ഗുരുധർമ്മ പ്രചരണ സഭകളുണ്ട്. അപ്പോൾ ആ ഏക പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയിലെ തിരുവനന്തപുരത്തെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു വരുന്നു. ബഹുമാനരെ, ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിങ്ങനെ സംസാരിക്കുവാൻ കാരണം, നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഹോളിനസ് മാർപ്പാപ്പ കാലം ചെയ്തു. എന്നാൽ അദ്ദേഹവുമായിട്ട് എനിക്ക് സർവമത സമ്മേളനത്തിൽ നേരിൽ കാണുവാനും അനുഗ്രഹാശിസുക്കൾ ലഭിക്കുവാനും കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗ്യമുള്ളൊരു വ്യക്തിയായി ഞാൻ എന്നെ തന്നെ കരുതുന്നു. അതിനാൽ രണ്ട് വാക്ക് സംസാരിക്കണം, അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് 2024 നവംബർ മാസം വത്തിക്കാൻ എന്ന രാജ്യത്ത് വെച്ച് ലോക സർവമത സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായത്. ലോകാരാധ്യനായ ഹോളിനസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാവിധ സഹായ സഹകരണവും അനുഗ്രഹാശിസുക്കളോടും കൂടി 2ാം ലോക സർവമത സമ്മേളനം നടത്തപ്പെട്ടു. പ്രസ്തുത സമ്മേളനത്തിൽ പങ്കുകൊള്ളുവാൻ ശിവഗിരി മഠാധിപതി കേരളത്തിൽ നിന്നും നയിച്ച സംഘത്തിലെ ഒരു വ്യക്തിയാകുവാൻ എനിക്കും ഭാഗ്യം സിദ്ധിച്ചു. തൃപ്പാദങ്ങൾ പരിപാലിച്ചിരുന്ന അതേ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും ശ്രീ യേശുദേവൻ്റെ പ്രതിപുരുഷനുമായ ഹോളിനസ് മാർപ്പാപ്പയെ നേരിൽ കാണുവാനും നേരിട്ട് അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും എനിക്ക് സാധിച്ചു. അത് ഞാൻ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. സത്യം പറഞ്ഞാൽ ലോകവന്ദ്യനായ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കുമ്പോൾ, എൻ്റെ കരം ഗ്രഹിച്ച് അദ്ദേഹം എന്നെ അനുഗ്രഹിക്കുമ്പോഴും എനിക്ക് ഗുരുദേവ ദർശനം കിട്ടിയതുപോലുള്ള ഒരു അനുഭൂതിയുണ്ടായി. സന്തോഷത്താൽ കണ്ണുകൾ നിറയുകയും സങ്കടം കൊണ്ട് തൊണ്ട ഇടറുകയും ഒക്കെ ഉണ്ടായ ഒരു വല്ലാത്ത ഒരു നിമിഷമായിരുന്നു. എന്തായാലും ആ ഒരു മുഹൂർത്തം ഒരു പുണ്യ നിമിഷമായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസന്നവദനം, സ്നേഹാർദ്രമായ നയനങ്ങൾ, കരുണ, പെരുമാറ്റ ലാളിത്യം, നോട്ടം ഒക്കെ ഒരു തേജോമയനായ ആത്മീയ ചൈതന്യമായി, ഒരു മഹാവെളിച്ചമായി എനിക്ക് അദ്ദേഹത്തെ അനുഭവപ്പെട്ടു. ദർശനമാത്രയിൽ തന്നെ എൻ്റെ ദുഃഖഭാരങ്ങൾ കുറഞ്ഞതായും എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെയുള്ള അദ്ദേഹം സ്വന്തം ഇരിപ്പിടം വിട്ട് സദസ്സിലുള്ള ഞങ്ങളോടൊപ്പം വന്നിരുന്നത് ലോക ജനതയെ തന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. കരുണാമയനായ അദ്ദേഹത്തോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ആദരവും ഭക്തിയും ബഹുമാനവും ഒക്കെ തന്മൂലം 10 മടങ്ങായി വർദ്ധിപ്പിച്ചു. ഒറ്റ ലോകം, ഒറ്റ മതം, ഒറ്റ ജനത, ഇതായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന ആദർശം. ഗുരുദേവൻ്റെ ആദർശവുമായി പൊരുത്തപ്പെടുന്നതാണ്. അവൻ്റെ ജാതി നിർണയം എന്ന കൃതിയിലൂടെ ഗുരുദേവൻ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഒറ്റ ലോകം, ഒറ്റ മതം, ഒറ്റ ജനത, ഒറ്റ ദൈവം എന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും വീക്ഷണം. ഇതേ ദർശനമായിരുന്നു തൃപ്പാദങ്ങൾക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ തൃപ്പാദങ്ങളുടെ ചിന്താഗതികളും ആശയങ്ങളുമായി വളരെയധികം പൊരുത്തപ്പെടുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇപ്പോൾ ഗുരുദേവ വീക്ഷണത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണമായി ഗുരുദേവൻ തന്നെ നേരിട്ട് രചിച്ച ഒരു കൃതിയുടെ 2 വരി ഞാനിവിടെ ഒന്ന് പറയാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. അപ്പോൾ അതായത് മനുഷ്യനും തമ്മിൽ യാതൊരു അന്തരവുമില്ല. മനുഷ്യസ്നേഹിയായ ഒരു മഹത് വ്യക്തിയായിരുന്നു ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗുരുദേവൻ നമുക്ക് ദൈവദശകത്തിലൂടെ പറഞ്ഞതുപോലെ ദൈവം ദീനാവന പരായണനാണ്. ഈ മാർപ്പാപ്പയും ഇതുപോലെ തന്നെയാണ്. അദ്ദേഹം ദുഃഖിതരുടെയും പീഡിതരുടെയും ഒരു ദൈവം തന്നെയായിരുന്നു. അത്രത്തോളം കൊണ്ട് പല പല ദുഃഖങ്ങളും ദീനതകളും ഒഴിവാക്കാൻ അദ്ദേഹം പല രീതിയിലും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തികമായ പല മേഖലകളിലും
അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. സർവമത സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും പരസ്പര സ്നേഹത്തിനും മാനുഷിക മൂല്യത്തിനും അങ്ങേയറ്റം വില കൽപ്പിച്ചിരുന്ന ആ മഹത് വ്യക്തിത്വം യേശുദേവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പിറ്റേ ദിവസം കാലം ചെയ്തു. പുണ്യവാനായ അദ്ദേഹം സ്വർഗസ്ഥനായി പിതാവിൽ ലയിച്ചു. ആത്മീയ ശക്തിയുടെ വിശുദ്ധ വെളിച്ചമായി അദ്ദേഹത്തിൻ്റെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനും ഒപ്പം അനുഗ്രഹങ്ങൾ നേടുവാനും കഴിഞ്ഞ എനിക്ക് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വല്ലാതെ ദുഃഖപൂരിതമായ ഒരു അനുഭവമായിരുന്നു. പ്രപഞ്ചത്തിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയതിൽ ഞാൻ അഗാധമായി എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു.